വിനോദ്, അപ്പോഴും വലിയൊരു സംശയം വരുന്നത് രാവിലെ 10 മണിക്ക് തുടങ്ങി ഇയാൾ പല ഭാഗത്തായി വീടിന്റെ 25 കിലോമീറ്റർ അകലെയുള്ള അച്ഛൻ്റെ അമ്മയെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് 9 കിലോമീറ്റർ അകലെയുള്ള അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇങ്ങനെ 3 കൊലപാതകങ്ങൾ നടക്കുന്നു. ഒരാളെയൊന്നും അല്ല ആക്രമിക്കുന്നത്, 2-3 പേരെയൊക്കെ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇവരുടെയൊന്നും ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. പലയിടത്തും പോലീസ് എത്തുമ്പോഴാണ് ആ മരണം, കൊലപാതകം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടന്നു, കൊലപാതകം നടന്നു എന്ന് നാട്ടുകാർ പോലും അറിഞ്ഞിട്ടുള്ളത്. അതൊക്കെ എങ്ങനെ സാധിച്ചു എന്നതിൽ വലിയ സംശയങ്ങൾ തോന്നുന്നില്ലേ? ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നടപ്പാക്കിയത്. കാരണം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ഇരകൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവരുടെ എതിർപ്പ് ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്ഥിരമായി വീട്ടിൽ വന്നു പോകുന്ന ഒരാൾ അവിടെ തങ്ങളെ കൊലപ്പെടുത്താനാണ് എത്തിയത് എന്ന ഒരു ചിന്ത ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. നിരന്തരം വന്നു പോവുകയും അടുത്ത ബന്ധുവുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിശ്വസിക്കേണ്ടയോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടയോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു ഈ കൊലപാതകം. ഒരു ദിവസം തന്നെ 6 പേരെ ആക്രമിക്കുക, അതിൽ 5 പേർ കൊല്ലപ്പെടുക എന്നത് പ്രതി കരുതിക്കൂട്ടി തീരുമാനിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇരകൾ അതേക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ചെറുത്തുനിൽപ്പിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഈ കൊലപാതകങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിതമായ നീക്കമായിരുന്നിരിക്കണം. പ്രതിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു സംഗതി വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അപരിചിതനായ ഒരാളോ അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമമോ ആ തരത്തിലുള്ള ഒരു സംഗതിയോ നിലവിളിയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പിടിവലിക്കോ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത അങ്ങനെ ഇല്ലാതെ എന്നും വീട്ടിൽ വന്നു പോകുന്ന ആളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിരന്തരം എത്തിപ്പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് പ്രതി കൊല നടത്തി എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ വിവരം അറിഞ്ഞ് ഈ സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് വിവരം പറയുമ്പോഴാണ് ഇതിന്റെ വിവരം തന്നെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ നാട്ടുകാർക്കാണെങ്കിൽ ഇങ്ങനെ 3 സ്ഥലങ്ങൾ പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. 6 പേരെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തൽ ആദ്യം പ്രതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. തുടർന്നാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. ഈ വിവരം നാട്ടുകാർ അറിയുകയും പിന്നീട് വളരെ പെട്ടെന്ന് ഈ ആംബുലൻസുകൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയുമായിരുന്നു. അതിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ അപ്പോഴേക്കും ഈ ആക്രമിക്കപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഈ വിവാഹ ജീവിതം ബുദ്ധിമുട്ടിലാകും എന്ന ഒരു ചിന്ത കാമുകിയെ കൊല്ലാൻ കാരണമായി എന്ന് പറയുന്നത് ഒരുപക്ഷെ താൻ നഷ്ടപ്പെട്ടാൽ പിന്നെ കാമുകിയും ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന ഒരു ചിന്തയിൽ കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മജിസ്ട്രേറ്റിനെ മൊഴി നൽകിയിരുന്നു. എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് പറയുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വയറ് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി. അതിനുശേഷമാണ് രാത്രി വൈകി തന്നെ മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടായത്. റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കൂടുതൽ ഔദ്യോഗികമായ കാര്യങ്ങൾ ഇന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീജ, ഈ പെൺ സുഹൃത്തിനെ എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത്? അവിടെ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ആ രീതിയിൽ ഈ കുട്ടിയുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നത് ഈ പോലീസ് എത്തുമ്പോൾ മാത്രമാണോ ഈ കുട്ടിയുടെ വീട്ടുകാർ അറിയുന്നത്? തീർച്ചയായും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിക്കൊപ്പം പോയ വിവരം പൂർണ്ണമായി അവർ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സൗഹൃദമുണ്ട്, ബന്ധമുണ്ട് എന്ന കാര്യം കൃത്യമായി വീട്ടുകാർക്ക് അറിയാമായിരുന്നു. വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം ആ വീട്ടുകാർക്ക് അതിൽ മറ്റ് തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ കൊല്ലപ്പെട്ടവരാരും തന്നെ തങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു അക്രമിയുടെ മുന്നിലാണ് തങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. 23 വയസ്സ് മാത്രമാണ് പ്രതിക്കുള്ളത്. മാത്രമല്ല ഈ കൊലപ്പെടുത്താനുള്ള ഒരു മാനസിക നിലയിലേക്ക് ഇയാൾ എത്തി എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. അത്രയും അടുത്ത ബന്ധുക്കളും കാമുകിയും അനുജനും അമ്മയും ഒക്കെയാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നിഷ്കരണം കൊന്നുതള്ളിയത്. 5 കൊലപാതകങ്ങൾ. നമ്മൾ ഒരുപക്ഷെ ജിൻസൺ കേഡൽ രാജ്
ശ്രീജയ്ക്കൊക്കെ അറിയാവുന്നതായിരിക്കും. നമ്മുടെയൊക്കെ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങി കാലം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ വീട്ടിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ പഠനം നടത്തുകയും പിന്നീട് നാട്ടിലെത്തുകയും മാതാപിതാക്കളെയും സഹോദരിയും ഒക്കെയും കൊന്നു തള്ളിയ സംഭവം. ആ ഒരു സംഭവത്തിന്റെ നടുക്കം അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എക്കാലവും നമ്മളെല്ലാം തന്നെ ഞെട്ടലോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. വീടിനുള്ളിൽ മൃതദേഹങ്ങൾ കത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായ ഒരു സംഭവം. അത് എപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തന രംഗത്ത് നമ്മൾ ഓർക്കുന്ന ഒരു ദുരനുഭവം, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു സംഗതി, അത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. അതിന് സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു അരുംകൊലകൾ നടന്ന ഒരു സംഗതിയായി ഇത് മാറുന്നു. വെഞ്ഞാറമൂട്ടിലെ ഈ കൂട്ടക്കൊലപാതകം, അത് 23 വയസ്സുകാരനാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും വിവാഹത്തിന് എതിർപ്പ് തന്റെ വീട്ടിൽ നിന്ന് ഉയർന്നതും പണം കടം ചോദിച്ചിട്ട് കിട്ടാത്തതും ഒക്കെ തന്നെ വൈരാഗ്യത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീജ, വിനോദ്, ഈ പ്രതി നേരെ പോലീസ് സ്റ്റേഷനിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത് ഞാൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ 6 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. അതായത് മരിക്കുമെന്നൊരു ധാരണയിലാണോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ ആശുപത്രിയിലെ പരിശോധന കഴിഞ്ഞപ്പോൾ എത്രത്തോളം വിഷം ഇയാളുടെ അകത്ത് ചെന്നിട്ടുണ്ട്, ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ വിമുഖത കാണിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കേട്ടിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഈ അഫാനെ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തന്നെ ഈ മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴി രേഖപ്പെടുത്തിയത് തന്നെ അത്തരത്തിൽ സംസാരിക്കാനൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. മാത്രമല്ല, ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി താൻ എലിവിഷം കഴിച്ചു എന്ന കാര്യം പറഞ്ഞ് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ആത്മഹത്യ എന്നൊരു നീക്കത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഇപ്പോൾ ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം അമ്മ അത്യാഹിത വിഭാഗത്തിലാണ് ഉള്ളത്. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം. ഏതായിരുന്നാലും പ്രതിയെ സംബന്ധിച്ച് ഈ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളാണ് നേരിടേണ്ടത്. ഇതിനപ്പുറത്തേക്ക്, ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ, പിതാവുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടോ എന്നതടക്കം. പിതാവ് ഇപ്പോൾ വിദേശത്താണുള്ളത്. ഇദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. കാരണം പിതാവിന്റെ ബിസിനസ് നഷ്ടത്തിലായി, 70 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായി എന്ന കാര്യം പറയുന്നു. ഒരുപക്ഷെ കരകയറാനാകാത്ത വിധം ചില സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുപോയി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയുണ്ട്. ഇതിൽ പിതാവുമായി എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പരിചർച്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പിതാവിനെ കൂടി ഇക്കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിന്റെ കാരണം, എന്തിനാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് പ്രതി പോയത്, നേരത്തെ തന്നെ ഈ കുടുംബ കലഹം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള സംഗതികൾ പരിശോധിക്കേണ്ടതുണ്ട്. മുഴുവൻ പേരോടും വൈരാഗ്യമുണ്ടാകുന്ന നിലയിലേക്ക് ഒരു 23 വയസ്സുകാരൻ എത്തി എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, തന്നോടൊപ്പമുള്ള മുഴുവൻ പേരെയും കൊലപ്പെടുത്താനുള്ള ശ്രമം, പണം കടം ചോദിച്ചിട്ട് നൽകാത്ത ബന്ധുക്കളെ പക്ഷെ അപ്പോഴും